ഒരു റൗണ്ടിന് പോലും 500 രൂപ തരാൻ മടിയുള്ളവരാ. അങ്ങനെയുള്ളപ്പോ നീ ഒരു കിസ്സിന് തന്നെ 500 രൂപ തരാൻ റെഡിയായി വന്നിരിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് പ്രാന്താണോടാ കിസ്? ഹാ, ഇവിടെ പല രീതിയിലുള്ള ആളുകളാ വരുന്നത്. അവരോട് താരതമ്യം ചെയ്യുമ്പോ യു ആർ ഫാർ ബെറ്റർ. ഓക്കെ, 500 രൂപ എടുക്ക്, ഞാൻ ഉമ്മ തരാം. അയ്യോ ആന്റി, ആന്റിയുടെ കിസ് വേണ്ട, പെൺകുട്ടികളുടെ കിസ് മതി എനിക്ക്. എന്ത്? പെൺകുട്ടികളോ? എന്താ, ഒരു പെണ്ണ് മാത്രം പോരെ നിനക്ക്? ഓക്കെ, എന്റെ അടുത്ത് 15 പെൺകുട്ടികളുണ്ട്. നിനക്ക് എല്ലാവരുടെ ഉമ്മ വേണമെങ്കിൽ 7500 രൂപ തരേണ്ടി വരും. എന്താ, ഓക്കെ അല്ലേ? കമലി, കമലി, ഒന്ന് താഴേക്ക് വാ. ദാ വരുന്നു ചേച്ചി. ഒരു മിനിറ്റ്, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ തന്നെ വരാം. വിക്രം, വൈശാലി, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും വിക്രം. ഓ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ന്യായീകരണം ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ ന്യായീകരിച്ച് പറയുന്നതല്ല വിക്രം. ഞാൻ മംഗളയുടെ മകളുമല്ല, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ കൂടെ കിടക്കുന്ന ഒരു പെണ്ണുമല്ല. എന്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം പോയതല്ല. പണക്കാര് വീണ്ടും വീണ്ടും പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പണക്കാരന്റെ വീട്ടിലാ ജനിച്ചിരുന്നതെങ്കിൽ നമുക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയുള്ള പണക്കാരെ ലാഭം നോക്കിയിട്ടാണോ എന്തോ ഒരു കുഞ്ഞ് മതിയെന്ന് പറഞ്ഞ് അതിൽ നിർത്തും. പക്ഷെ പാവപ്പെട്ടവർക്ക് അങ്ങനെയൊന്നുമില്ല. എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായാലും അനുഗ്രഹമാണെന്ന് കരുതും. പക്ഷെ അവരൊക്കെ ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. എനിക്കും അതേ അവസ്ഥയാ. നേരത്തിന് ഭക്ഷണം പോലും ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടിയാ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും പേറി ഈ നാട്ടിലേക്ക് ഞാൻ വന്നത്. അകത്തേക്ക് വരൂ, ചേച്ചി വിളിക്കുന്നുണ്ട്. വൈശാലി എന്നാണോ നിന്റെ പേര്? നീ നല്ല സുന്ദരിയാട്ടോ. ഇവളെ കൂട്ടിക്കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്ക്, അവളൊന്ന് ഫ്രഷ് ആവട്ടെ. ആ, ഭക്ഷണം എടുത്തു വെക്ക്. ശരി ചേച്ചി. നിനക്ക് ഹീറോയിൻ ആകണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോണം മോളെ. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് അത് നടക്കില്ല. അയ്യോ, അത് വേണ്ടച്ചാ. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് പേടിയാ. അവിടെ മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലും കുറെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടല്ലോ. അവിടെ പോയി എന്തായാലും ചാൻസ് കിട്ടാതിരിക്കില്ല. അവര് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ എല്ലാരെയും കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഉള്ളപ്പോ നിനക്ക് എങ്ങനെ ചാൻസ് തരും പറ? അതും ശരിയൊക്കെ തന്നെയാ. ബാംഗ്ലൂരിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് മോളെ. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടാക്കാം. അവര് താമസിക്കാനുള്ള സൗകര്യം തരും, സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസും തരും. നീ ഒന്നുകൊണ്ട് പേടിക്കാൻ വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ പോലെ എന്തായാലും പോയി നോക്കാം അല്ലേ?
നിങ്ങളുടെ മകള് തന്നെയല്ലേ? അത് ആ എന്നാ 1,00,000 രൂപയുണ്ട്. എല്ലാ മാസവും 5-ാം തീയതി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തന്നോളാം. ഇപ്പൊ ഇത് വാങ്ങിക്ക. പറഞ്ഞ പണമില്ലെന്ന് എണ്ണി നോക്ക്. അച്ഛാ, അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ വലിയ കുട്ടിയായി കഴിയുമ്പോ ഞാനൊരു സിനിമാ നടിയായിട്ട് ഒരുപാട് സമ്പാദിക്കും. അച്ഛനെ അമ്മയെ അനിയത്തിനെയൊക്കെ ഞാൻ നല്ലതുപോലെ നോക്കും. അച്ഛന്റെ അടുത്ത് സമ്പാദിച്ച് ഒരുപാട് പൈസ തരും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കഷ്ടപ്പാടും അതോടെ തീരും. എന്തുകൊണ്ടാന്നറിയോ? ഞാൻ ഈ വീട്ടിലെ ലക്ഷ്മിയല്ലേ. ഹലോ. ആ, ഇന്ന് പുതിയതായിട്ടൊരു ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. കാണാനാണെങ്കി ഒരുപാട് ഒരുപാട് സുന്ദരി അവള്. എന്താ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ? ഓക്കേ. നല്ലപോലെ ഉറങ്ങിയില്ലേ? അയ്യോ, മോള് ചിരിക്കുമ്പോ കാണാൻ എന്തൊരു സുന്ദരിയാന്നറിയോ? അതിരിക്കട്ടെ, നിനക്ക് സിനിമയില് ഹീറോയിൻ ആവാൻ ആഗ്രഹം അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ നാണിച്ചു നിന്നാ ഇങ്ങനെ ശരിയാവ്? സിനിമയിലുള്ളവരെ എപ്പോഴും ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഡൾ ആയിരിക്കുന്നവര് കൂടി ഹാപ്പി ആയിട്ട് മാറണം. ആ രീതിയിൽ സംസാരിക്കണം. ഇതില് പുതിയൊരു ഡ്രസ് ഉണ്ട്. നീ ഇതിട്ടിട്ട് റെഡിയായി താഴേക്ക് വാ. ഈ സമയത്തോ? എങ്ങോട്ടാ? നിന്നെ കാണാൻ വേണ്ടി ഒരു വലിയ പ്രൊഡ്യൂസറാ വന്നിരിക്കുന്നെ. നിനക്ക് ഹീറോയിൻ ആവണ്ടേ? ഈ ഡ്രസ്സും ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് വരാൻ നോക്ക്. നിന്നെ കണ്ടാ തന്നെ കൊത്തിക്കൊണ്ട് പോണ സിനിമയിലേക്ക്. ഇതാ പിടിക്ക്. ഇത് വേണ്ട, എന്റെ കയ്യിൽ വേറെ ഡ്രസ് ഉണ്ട്. അതൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. തൽക്കാലം ഇപ്പൊ ഇതിട്. ഇത് ലേറ്റസ്റ്റ് ഫാഷൻ ഡ്രസ്സാ. ഇതാ വാങ്ങിക്കോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരണേ. വാവ്! ആ, കണ്ണ് കെട്ടാതിരിക്കട്ടെ. എന്റെ തന്നെ കണ്ണ് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പൊ നിന്നെ കണ്ട ഹീറോയിനെ പോലെ തന്നെ ഉണ്ട്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഹീറോയിൻ ആവാനുള്ള ചാൻസ് നിനക്ക് തന്നെ കിട്ടും. ആ റൂമില് പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട്. പോയി ചെന്ന് കാണ്. ചേച്ചി, എനിക്ക് പേടിയാവുന്നു ചേച്ചി. എന്റെ കൂടെ ഒന്ന് വരൂ. അയ്യോ രാമാ, എന്റെ മോളെ, നീ ഇങ്ങനെ പേടിക്കാനിരുന്നാ എങ്ങനെ അഭിനയിക്കുന്നേ? പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിന്റെ കൂടെ ഞാനും വന്ന ചിലപ്പോ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. എന്റെ മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ധൈര്യമായിട്ട് ചെല്ല്. ഇരിക്ക. നിന്റെ പേരെന്താ വെച്ചേ? വൈശാലി. നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. നീ ഒരേ ഒരു സിനിമ അഭിനയിച്ചാ മതി, നമ്പർ 1 ഹീറോയിനായി മാറുന്നേ. നിന്റെ മൂക്ക്, നിന്റെ ചുണ്ട്, ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിക്കുമല്ലോ അല്ലേ? അനുസരിക്കാം സർ. ഞാനൊരു വലിയ പടത്തിലെ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവാ. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച നീയാണ് അതിലെ ഹീറോയിൻ. കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആയി കിടന്നാ മതി. എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല സർ. പ്ലീസ് സർ, എന്നെ വിട്ടേക്ക്. സിനിമയിലൊക്കെ ഹീറോയിനായിട്ട് അഭിനയിക്കണ്ടേ? കാര്യം പറഞ്ഞാ മതി. നീ നന്നായിട്ട് സഹകരിക്കുന്നൊക്കെ നിന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ നീ ഇവിടെ ഇരിക്കുന്നേ. ഞാനൊരു സിനിമയുടെ പ്രൊഡ്യൂസറല്ല. നിന്നെ കണ്ടപ്പോ തന്നെ ഞാനാകെ മയങ്ങിപ്പോയിടി.
സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാവോ? ചേച്ചി ചേച്ചി കൂടെ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സിനിമ വേണ്ട, ഇവിടെ നിൽക്കാൻ വേണ്ട. ഞാൻ എന്റെ നാട്ടിലേക്ക് പോയിക്കോളാം. നാട്ടിൽ പോയിട്ട് നീ എന്ത് ചെയ്യാനാ? അവിടെ പോയിട്ട് പട്ടിണി കിടന്ന് ചാവാനാണോ? ഇവിടെ നിന്ന് നിനക്ക് തിരിച്ചു പോണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ തന്തയ്ക്ക് കൊടുത്ത 1 ലക്ഷം രൂപ തിരിച്ചെന്റെ കയ്യിൽ കിട്ടിയിട്ടേ നിനക്ക് പോവാൻ പറ്റൂ. നിന്നെ പണത്തിന് വേണ്ടി വിറ്റിട്ട് പോവാണെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ സിനിമയിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നിന്റെ തന്ത ഇവിടെ നിന്ന് പോയത്. നിനക്കിപ്പോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണും. ഒരു 2 ദിവസം നീ റെസ്റ്റ് എടുത്തോ. നിന്റെ മനസ്സൊക്കെ മാറ്റി വരുന്ന കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ നോക്ക്. എന്താ മനസ്സിലായോ? ചേച്ചി, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് എത്രയും പെട്ടെന്ന് അച്ഛന് കൊടുത്ത 1 ലക്ഷം രൂപ തിരിച്ചു തരാൻ ചേച്ചി. പ്ലീസ് ചേച്ചി. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാ നിനക്ക് നല്ലതാ. ഇല്ലെങ്കി നിന്നെ എന്റെ വഴിക്ക് എങ്ങനെയാ കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക ചേച്ചി, എന്നെ വെറുതെ വിട്ടേക്ക്. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി കഥക തുറക്ക്. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം ചേച്ചി, പ്ലീസ്. വേണ്ട സാർ, വേണ്ട സാർ, ഞാനൊരു പാവാ സാർ. സാർ വേണ്ട സാർ, വിട്ടേക്ക് സാർ. അമ്മ അമ്മ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തന്നു. ഇനി അങ്ങോട്ട് നിന്റെ ബിസിനസ്സിന് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഡോണ്ട് വറി. അമ്മ, ഈ ലോകത്തുള്ള മിക്ക അച്ഛനമ്മമാരും അവര് ചെയ്യുന്ന ജോലികളൊന്നും അവരുടെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകള് മക്കൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കും. പക്ഷേ അമ്മ ഈ ചെയ്യുന്ന തൊഴിലിന് പോലീസ് തടസ്സമാവാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ തന്നെ എന്നെ കിടത്തിയില്ലേ? അമ്മ ചെയ്യുന്ന ജോലി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എനിക്ക് അമ്മയുടെ ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? ഈ തൊഴിലുകൊണ്ടല്ലേ എന്റെ 3 നേരത്തെ വിശപ്പ് മാറിയിരുന്നത്. ഇത്രയും നാളും അമ്മ എന്നെ വളർത്തിയത് ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ
എത്രയും പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ തൊഴിലിൽ എന്നെയും കൂടെ ചേർക്കാന്ന് കരുതിയിട്ടാ. ഒരാളെയും നിർബന്ധിച്ച് ഈ തൊഴിൽ ചെയ്യിപ്പിക്കരുത് അമ്മ. നിന്റെ കണ്ണീര് കണ്ട സഹതപിക്കുന്ന മനസ്സൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാൻ സ്വന്തം മോളെ പോലെ അവര് ബലിയേടാക്കി. അങ്ങനെയുള്ളപ്പോ നിന്റെ കണ്ണീരിന് എന്തെങ്കിലും വില നൽകുമോ? എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. എന്താ അവളൊന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. ഉം. ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? എല്ലാരും കഷ്ടപ്പെടുന്ന തന്നെ 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ. അതിനായിട്ട് ചെയ്യുന്ന തൊഴിൽ മാത്രമാണ് വ്യത്യാസം. ഇതാണ് എന്റെ ജീവിതമാർഗം. ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി. വൈശാലി, ദേ നോക്ക്, ഞാൻ ആരെയും നിർബന്ധിച്ച് ഈ തൊഴിലേക്ക് വരണമെന്ന് പറയാറില്ല. എല്ലാവരും സ്വന്തം കുടുംബത്തിന് വേണ്ടിയും ജീവിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയൊക്കെയാ സ്വയം ഈ വഴി തെരഞ്ഞെടുത്ത് എല്ലാത്തിനും റെഡിയായി ഇങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും ആവശ്യം പണം തന്നെയാ. ഞാൻ ചെയ്യുന്ന ഈ ജോലി ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കാരണം 4-5 കുടുംബങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം എനിക്കെന്താ ഉള്ളത്? നിന്റെ ഈ കണ്ണീര് കണ്ടിട്ട് എനിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. അന്ന് നീ ഒരുപാട് കരഞ്ഞില്ലേ? അതുപോലെ എന്റെ മോളും കരഞ്ഞപ്പോ, അവളെ രക്ഷിക്കണേന്ന് അപേക്ഷിച്ചപ്പോ ഒന്നും കാണാത്ത പോലെ കേൾക്കാത്ത പോലെ ഞാനിരുന്നു. നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എന്റെ മകളെ തന്നെ ഓർമ്മ വരുന്നത്. അത് കാരണം ഞാനൊരു തീരുമാനം എടുത്തു. നീ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജോലി വാങ്ങിച്ചു തരാം. പിന്നെ നിന്റെ അച്ഛൻ കൊണ്ടുപോയി 1 ലക്ഷം രൂപ എനിക്ക് വേണ്ട. സന്തോഷമായോ? താങ്ക് യു. അച്ഛൻ വാങ്ങിയ പണം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തരും. എനിക്ക് നിന്റെ താങ്ക്സും വേണ്ട, നിന്റെ പണവും വേണ്ട. നീ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരുന്നിരുന്നത്, അതേ സന്തോഷത്തോടെ ഈ വീട്ടിൽ തന്നെ എന്റെ മോളെ പോലെ താമസിച്ചോ. അത് മതി. ഞാനും നിന്നെ പോലെ തന്നെ സിനിമ സ്വപ്നം കണ്ടിട്ട് വന്നൊരു വ്യക്തിയാ. സിനിമാ നടിയാവാൻ ആഗ്രഹിച്ചിട്ട് അവസാനം എനിക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നീ പറഞ്ഞില്ലേ. അതിനുശേഷം എന്റെ മനസ്സിലുണ്ടായ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഞാൻ മണ്ണിട്ട് മൂടി. ഇനി അതിലേക്ക് തിരിച്ചു പോവാൻ എനിക്ക് താല്പര്യമില്ല. അന്ന് നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നിന്റെ മനസ്സിലെ സിനിമാ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എത്ര വേണ്ടെന്ന് വെച്ചാലും ഈ സിനിമ എന്നെ വേണ്ടെന്ന് വെക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പിന്നെ നീ എന്റെ നല്ലൊരു ഫ്രണ്ടായി മാറി. നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നി. പക്ഷെ ഞാൻ താമസിക്കുന്ന സ്ഥലം നീ മനസ്സിലാക്കിയ നീ എന്നെ ഉപേക്ഷിച്ചു പോവോന്നുള്ള പേടി ഓർത്ത താമസിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം പോലും ഞാൻ പറയാതിരുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ അതൊരു വേശ്യാലയം മാത്രമായിരിക്കും. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയാണ് ഞാനവിടെ. ഐ എം സോറി വൈഷു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നിനക്കങ്ങനെ തോന്നിയതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോറി പറയേണ്ടത് ഞാനല്ലേ? നീ എന്ത് ചെയ്തിട്ടാ? ഐ എം സോറി. വൈഷു, മംഗളാന്റെ അടുത്ത് ഞാൻ സംസാരിക്കാം. ഇനി മുതൽ നീ അവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താമസിക്കാൻ വേറെ സ്ഥലം നോക്കാം. അതുപോലെ ഉം